Hi friends, welcome to HSE യൂട്യൂബ് ചാനൽ. ഞാൻ പ്രശാന്തൻ, HSEയിലെ കെമിസ്ട്രി അധ്യാപകനാണ്. കെമിസ്ട്രി എന്ന് കേൾക്കുമ്പോൾ പൊതുവെ കുട്ടികൾക്കൊരു പ്രയാസമുള്ള സബ്ജക്റ്റായിട്ടാണ് തോന്നാറുള്ളത്. എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ഈ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു സ്മൈലിംഗ് ഫേസിനോട് കൂടിയാണെങ്കിൽ തീർച്ചയായും ഈ സബ്ജക്റ്റ് നമുക്ക് വഴങ്ങും എന്നാണ് എൻ്റെ അനുഭവം. പഠിക്കുമ്പോൾ നമ്മൾ നോൺ ടു അൺനോൺ എന്നൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം പഠിക്കുകയും പിന്നീട് പ്രയാസമുള്ളതിലേക്കും പോയാൽ ഈ സബ്ജക്റ്റ് നമുക്ക് വഴങ്ങും. കെമിസ്ട്രി എന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളിൽ ഒന്നാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. നമ്മുടെ ഫസ്റ്റ് ഇയറിൽ ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കെമിസ്ട്രി ഈസ് എ പൈവോട്ട് അറൗണ്ട് വിച്ച് മോഡേൺ സിവിലൈസേഷൻ റൊട്ടേറ്റ്സ് എന്നാണ് പറയുന്നത്. ആ ഒരൊറ്റ സെൻറ്റൻസിൽ നിന്ന് തന്നെ കെമിസ്ട്രിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. ഇന്ന് നമ്മുടെ +2 കെമിസ്ട്രിയിലെ പാഠഭാഗങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും അതിലെ കുറേ ഭാഗങ്ങൾ, ഒരു ചാപ്റ്ററിലെ കുറേ ഭാഗങ്ങൾ വിശദീകരിക്കുന്നതിനുമാണ് പരിശ്രമിക്കുന്നത്. +2-ൽ കെമിസ്ട്രിക്ക് 2 പുസ്തകങ്ങളിലായിട്ട് 16 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ആ 16 ചാപ്റ്ററുകളിൽ ആദ്യത്തെ ടെക്സ്റ്റിൽ 9 ചാപ്റ്ററുകളും രണ്ടാമത്തെ ടെക്സ്റ്റിൽ 7 ചാപ്റ്ററുകളും, അങ്ങനെ 16 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഫസ്റ്റ് ഇയറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള ചാപ്റ്ററുകളാണെന്നാണ് എൻ്റെ തോന്നൽ. നമുക്ക് ഫസ്റ്റ് വോളിയത്തിലെ 1-ാമത്തെ ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ്, ഈ ചാപ്റ്റർ നമ്മുടെ ഫസ്റ്റ് ഇയറിൽ പഠിച്ച സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ഏറിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ ചാപ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. സോളിഡ് സ്റ്റേറ്റ് ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഭാഗമാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് 4-5 പാർട്ടുകളായിട്ട് ഈ ചാപ്റ്റർ പൂർണ്ണമായി നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്നാണ്. അപ്പോൾ 1-ാമത്തെ ചാപ്റ്റർ സോളിഡ് സ്റ്റേറ്റ്. ഇതിൽ നമുക്ക് പഠിക്കേണ്ടുന്ന ഭാഗങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ്, ക്ലോസ് പാക്കിംഗ്, വോയിഡ്സ്, ശേഷം ഡിഫക്ട്സ്, പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ്, ഇങ്ങനെ പ്രധാന ഭാഗങ്ങളായിട്ടാണ് പഠിക്കാൻ. ആദ്യം നമുക്ക് നോക്കാം സോളിഡ്സ്. ഈ സോളിഡ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോളിഡ്സ് നമുക്ക് നോക്കാം. സോളിഡ്സിൽ അതിലെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ്, whether it may atoms, molecules or ions, are arranged very closely, വളരെ ക്ലോസായിട്ട് കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും, ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും, ഫിക്സഡ് മാസ് ഉണ്ടാവും. അപ്പോൾ അത് നമുക്കൊരു പ്രോപ്പർട്ടിയായി പറഞ്ഞുകൂടെ? നോക്കൂ, സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്, വോളിയം ആൻഡ് മാസ്. 1-ാമത്തെ പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്ക് 2-ാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോവാം. സോളിഡ്സ് റിജിഡായിരിക്കും. ഒരു സോളിഡിന്മേൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അത് കംപ്രസ് ചെയ്ത് പോകുന്നതാണ്, ഇൻകംപ്രസിബിൾ ആയിരിക്കും. അത് 2-ാമത്തെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. 3-ാമതൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, നമുക്കറിയാം സോളിഡ്സിൽ ഞാൻ പറഞ്ഞു പാർട്ടിക്കിൾസ് എല്ലാം വളരെ ക്ലോസായി പാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്ലോസ് ആയതുകൊണ്ട് തന്നെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വളരെ സ്ട്രോങ് ആയിരിക്കും. അത് 3-ാമത്തെ പോയിൻ്റായി പറയാം. ഇൻ സോളിഡ്സ് ദർ ഇസ് എ സ്ട്രോങ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. പാർട്ടിക്കിൾസ് വളരെ ക്ലോസായി ക്രമീകരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനിടയിലുള്ളൊരു സ്പേസില്ലേ,
ഇൻ്റർമോളിക്കുലർ സ്പേസ് അത് വളരെ കുറവായിരിക്കും. നാലാമത്തെ പോയിൻ്റായി പറയാം. അപ്പോൾ ഇതെല്ലാം സോളിഡ്സിൻ്റെ സവിശേഷതകളാണ്. ഈ സവിശേഷതകളോടുകൂടിയ സോളിഡ്സിനെ എങ്ങനെയാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ കഴിയുന്നത്? അതാണ് ശരിക്കും ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്. സോളിഡ്സിനെ പ്രധാനമായും നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും സോളിഡ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കും. ഇത് റബ്ബർ, ഒരു പീസ് റബ്ബർ. സപ്പോസ് ഇതൊരു സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റലാണെന്ന് സങ്കല്പിക്കുക. നമ്മുടെ ഉപ്പ് പരലില്ലേ, പരലുപ്പ്, അതാണെന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ ഈ ഉദാഹരണങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതൊരു സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റൽ, ഒരു പരലാണെന്നിരിക്കട്ടെ, ഇത് റബ്ബറാണെന്നിരിക്കട്ടെ. ഈ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ക്രിസ്റ്റലൈൻ സോളിഡും റബ്ബർ അമോർഫസ് സോളിഡുമാണ്. നമുക്ക് ഈ ഉദാഹരണങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ സവിശേഷതകൾ നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് റെഗുലർലി അറേഞ്ച്ഡ് ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ റെഗുലർലി അറേഞ്ച്ഡ്. ഇപ്പോൾ ഇവിടെ ദേ പോസിറ്റീവ്, അതിൻ്റെ നെഗറ്റീവ്, പോസിറ്റീവ്, നെഗറ്റീവ്, ഇങ്ങനെ റെഗുലർലി അറേഞ്ച്ഡ് ആയിരിക്കും ക്രിസ്റ്റലൈൻ സോളിഡ്. അമോർഫസ് സോളിഡിൽ ഇങ്ങനെ ഒരു ഇറഗുലർ അറേഞ്ച്മെൻ്റ് ആയിരിക്കും, റെഗുലാരിറ്റി ഉണ്ടാവില്ല. നമുക്കൊരു ഉദാഹരണം കൊണ്ട് നോക്കാം. നമ്മളിപ്പോൾ ഒരു 6 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഒരാളുടെ കല്യാണം നടക്കുന്നുണ്ടിരിക്കട്ടെ. അപ്പോൾ നമ്മൾ 7 വർഷത്തെ ഒരു ഗ്യാപ്പിന് ശേഷം കല്യാണത്തിന് പങ്കെടുക്കുകയാണ്. ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടക്കുന്നു. അപ്പം നമ്മളെല്ലാവരും ചെന്നു, താലിയാർത്തൽ അതെല്ലാം കഴിഞ്ഞു, സദ്യ ഉണ്ണാനായിട്ട് നിൽക്കുന്നു ഓഡിറ്റോറിയത്തിൽ. അപ്പോൾ ആ ഗ്രൗണ്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പ് പുതുക്കിക്കൊണ്ട് പലരും ഒരു കൂട്ടമായിട്ടൊക്കെ നിൽക്കാം, ഒറ്റപ്പെട്ടിങ്ങനെ നിൽക്കാം. അപ്പോൾ ഒരു ഡിസോർഡേർഡാണ്. അവിടെ ശരിക്കും ഒരു ഓർഡർലി അറേഞ്ച്മെൻ്റ് ഉണ്ടോ? ഇല്ല. നമ്മൾ ലോഹിയൊക്കെ പറഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു. അതേസമയം ആ സദ്യാലയത്തിൻ്റെ വാതിൽ തുറക്കുന്നു, നമ്മളെല്ലാം അകത്താവുന്നു, നേരെ സീറ്റുകളിലിരിക്കുന്നു. ഇപ്പോൾ ഒരു ഓർഡർലി അറേഞ്ച്ഡ് ആയില്ലേ? നോക്കൂ, സദ്യാലയത്തിനകത്തായപ്പോൾ ഓർഡർലി അറേഞ്ച്ഡായി ക്രിസ്റ്റലൈൻ സോളിഡ്. വെളിയിലായിരുന്നപ്പോഴോ ഒരു ഓർഡർലി അറേഞ്ച്ഡ് ഉണ്ടായിരുന്നോ? ഇല്ല. അത് അമോർഫസ് സോളിഡ്സ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ഓർഡർലി അറേഞ്ച്ഡ് ആണ്. അമോർഫസ് സോളിഡിലോ ഇറഗുലർ അറേഞ്ച്മെൻ്റ് ആണ്. ഇതാണ് ഒന്നാമത്തെ വ്യത്യാസം. ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും തമ്മിലുള്ള ഒന്നാമത്തെ വ്യത്യാസമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. 2, ഈ ഓർഡർലി അറേഞ്ച്ഡ് സ്ട്രക്ചർ ആ ക്രിസ്റ്റലിൽ മൊത്തത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ലോങ് റേഞ്ച് ഓർഡർ എന്നാണ്. ലോങ് റേഞ്ച് ഓർഡർ. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ലോങ് റേഞ്ച് ഓർഡറാണ്. ദാറ്റ് മീൻസ് ദി കോൺസ്റ്റിറ്റ്യൂവൻ്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ എൻറ്റയർ ക്രിസ്റ്റൽ. ബട്ട് ഇൻ അമോർഫസ് സോളിഡ്സ് ദർ ഈസ് എ ഷോർട്ട് റേഞ്ച് ഓർഡർ. കുറച്ച് ഭാഗത്ത് മാത്രമേ ഉള്ളൂ ഈ ഓർഡർലി അറേഞ്ച്ഡ് സ്ട്രക്ചർ ഉള്ളത്. അതുകൊണ്ടത് ഷോർട്ട് റേഞ്ച് ഓർഡറാണെന്ന് പറയാം. ഇതാണ് രണ്ടാമത്തെ വ്യത്യാസം. അപ്പോൾ ക്രിസ്റ്റലൈൻ സോളിഡും അമോർഫസ് സോളിഡും തമ്മിലുള്ള വ്യത്യാസങ്ങളിൽ ഒന്നാമത്തേത് പഠിച്ചത് ഒരു ഓർഡർലി അറേഞ്ച്ഡ് സ്ട്രക്ചർ ആയിരിക്കും എന്ന് പറഞ്ഞു. അമോർഫസ് സോളിഡിൽ ഇറഗുലർ അറേഞ്ച്മെൻ്റ് ആണ്. റെഗുലർ, ഇറഗുലർ. രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് ലോങ് റേഞ്ച് ഓർഡർ ആയിരിക്കും, അമോർഫസിൽ ഷോർട്ട് റേഞ്ച് ഓർഡർ ആയിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവാം. ക്രിസ്റ്റലൈൻ സോളിഡിലെ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ക്രിസ്റ്റലൈൻ സോൾട്സിന് ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും. ക്രിസ്റ്റലൈൻ സോൾട്സ്.
എന്ത് ഈ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ടെമ്പറേച്ചർ ഉയർന്നു വന്ന് ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് 800.7 ആണ്, 800.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ കൃത്യ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴാണ് സോഡിയം ക്ലോറൈഡ് മെൽറ്റ് ചെയ്യുന്നത്. ഷാർപ്പ് മെൽറ്റിംഗ് പോയിൻ്റാണ്. എന്നാൽ അമോർഫസ് സോളിഡ് നമ്മൾ റബ്ബർ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റിൽ എത്തുമ്പോഴല്ല, അതൊരു റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിലാണ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദേ ഡു നോട്ട് പൊസസ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. മൂന്നാമത്തെ വ്യത്യാസമാണ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ദേ ഡു നോട്ട് പൊസസ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഇനി നാലാമത്തെ വ്യത്യാസത്തിലേക്ക് കിടക്കും. നോക്കൂ, നമ്മളൊരു ക്രിസ്റ്റലൈൻ സോളിഡിനെ നമ്മളൊരു ഷാർപ്പ് എഡ്ജഡ് ടൂൾ കൊണ്ട് കട്ട് ചെയ്യും. ഒരു സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റലിനെ നമ്മൾ മുറിക്കുന്നു. റെഗുലർ ക്ലീവേജ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ അമോർഫസ് സോളിഡിനെ കട്ട് ചെയ്താൽ ഒരു ഇറഗുലർ ക്ലീവേജേ തരുള്ളൂ. അപ്പോൾ ഈ ക്ലീവേജ് പ്രോപ്പർട്ടി അടുത്തതായിട്ട് നമുക്ക് പറയാം. ക്ലീവേജ് പ്രോപ്പർട്ടി, റെഗുലർ ക്ലീവേജ്, ഇറഗുലർ ക്ലീവേജ്. അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് പോവാം. അടുത്തത് ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനെ കുറിച്ചാണ്. നമുക്ക് അടുത്ത പ്രോപ്പർട്ടിയിൽ പറയാൻ കഴിയുന്നത് അനൈസോട്രോപ്പിക് നേച്ചറും ഐസോട്രോപ്പിക് നേച്ചറുമാണ്. ഐസോട്രോപ്പിക് 2014 സേ ക്വസ്റ്റ്യനിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. അനൈസോട്രോപ്പി, ഐസോട്രോപ്പി. എന്താണ് ഈ അനൈസോട്രോപ്പി? എന്താണ് ഐസോട്രോപ്പി? ഈ വാക്കിൽ തന്നെ കിടപ്പുണ്ട്. ഐസോ എന്ന് പറഞ്ഞാൽ സെയിം, അപ്പോൾ അനൈസോ ഡിഫറൻ്റ് ആയിരിക്കും. ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് സച്ച് ആസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, കണ്ടക്ടിവിറ്റി എക്സെട്ര ആർ ഡിഫറെൻ്റ് ഇൻ ഡിഫറെൻ്റ് ഡയറക്ഷൻസ്. നമ്മളിപ്പോൾ ഒരു ക്രിസ്റ്റൽ ഇങ്ങനെ വരച്ചാൽ ആ ക്രിസ്റ്റലിൽ ഈ ഡയറക്ഷനിലും നോക്കിയാൽ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വ്യത്യസ്തമാണ്. അതിനെ വിളിക്കുന്ന പേരാ അനൈസോട്രോപ്പി. Then what is anisotropy? The physical properties such as refractive index, conductivity, etc. are different in different directions. Then it is called anisotropy. If the physical properties are same in all direction, then it is called isotropic nature. Isotropy. It's an important difference between crystalline solid and amorphous solid. Crystalline solids are anisotropic in nature, whereas amorphous solids are isotropic in nature. ഒരു പ്രത്യേകത കൂടി നോക്കാം. അത് ട്രൂ സോളിഡ്സ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ട്രൂ സോളിഡ്സ് ആണ്. എന്നാൽ അമോർഫസ് സോളിഡ്സ് ദേ ആർ സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് ഓർ സ്യൂഡോ സോളിഡ്സ് എന്ന് പറയും. സ്യൂഡോ സോളിഡ്. നമ്മളിപ്പോൾ ഈ ഗ്ലാസ് ഒരു അമോർഫസ് സോളിഡാണ്. ഗ്ലാസ് തന്നെ എടുത്താൽ അത് നമുക്ക് തോന്നാം സോളിഡ് ആണെന്ന്, പക്ഷേ അതിനെ പരിഗണിക്കുന്നത് സൂപ്പർ കൂൾഡ് ലിക്വിഡായിട്ടാണ്. നമുക്കറിയാം ലിക്വിഡിൻ്റെയൊക്കെ പ്രത്യേകത ഒഴുകാനുള്ള കഴിവുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് ഫസ്റ്റ് ഇയറിൽ ചോദ്യം ചോദിച്ചിരുന്നല്ലോ, ഈ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സ്, ഓൾഡ് ബിൽഡിങ്സ്, അതിൻ്റെ എല്ലാം വിൻഡോ പാൻസ്, ആ വിൻഡോ പാനിൻ്റെ ലോവർ പോർഷനിൽ തിക്നെസ് കൂടുതലായിരിക്കും, ബോട്ടം പോർഷനിൽ തിക്നെസ് കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതൽ ആവാനുള്ള കാരണം ഇതാണ്. ഗ്ലാസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ കൂൾഡ് ലിക്വിഡാണ്. ആ സൂപ്പർ കൂൾഡ് ലിക്വിഡ് കാലാന്തരത്തിൽ ഒരു 100-150 ഒക്കെ വർഷം കഴിയുമ്പോൾ ഈ താഴേക്ക് ഒഴുകാനുള്ള ടെൻഡൻസി ഗ്ലാസ്സിനുണ്ട്. അപ്പോൾ വലിയ കട്ടിക്ക് ഒഴുകി താഴേക്ക് വരുമെന്നല്ല, വളരെ മില്ലിമീറ്റർ അളവിലൊക്കെ ചെറിയ രീതിയിലൊരു തിക്നെസ് കൂടാം. അപ്പോൾ ലോവർ പോർഷൻ തിക്നെസ് കൂടുതലും ടോപ്പ് പോർഷനിൽ തിക്നെസ് കുറവും വരാനുള്ള കാരണം ഇതിൻ്റെ ഈ കഴിവാണ്. ഓക്കെ, അപ്പോൾ ഇവയാണ് ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. നമുക്കറിയാം ഈ ചാപ്റ്ററിൽ ചിലപ്പോൾ 2 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്കൊരു 4 പോയിൻ്റെങ്കിലും ഉണ്ടാവണം. അതല്ല 3 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ 6 പോയിൻ്റെങ്കിലും ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു 6 പോയിൻ്റ് പഠിച്ചു വെച്ചാൽ നമുക്ക് ഈ ഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ക്രിസ്റ്റലൈൻ സോളിഡിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ കോളത്തിലുള്ള 6 പോയിൻ്റ് എഴുതിയാൽ മതി. അതിൻ്റെ പാരഗ്രാഫായിട്ട് എഴുതിയാൽ മതി.
അമോർഫസ് സോളിഡിൻ്റെ പ്രത്യേകത ചോദിച്ചാൽ ദാ ഇത് ഇത്ര എഴുതിയാൽ മതി. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാലോ ഇതേപോലെ തന്നെ ചാർട്ട് വരച്ച് രേഖപ്പെടുത്തിയാൽ മതിയാവും. 6 പോയിൻറ്റ്സ്. ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള വ്യത്യാസം. ഈ ചോദ്യം ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് മുൻ വർഷത്തിൽ ഈ ഇത്രയും പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരേ ഒരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കാര്യമായി ക്രിസ്റ്റലൈൻ സോളിഡ്സും അമോർഫസ് സോളിഡ്സും തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ തന്നെ വീണ്ടും 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്രിസ്റ്റലൈൻ സോളിഡ്സിനെ തന്നെ വീണ്ടും 4ആയി ക്ലാസിഫൈ ചെയ്യാം. 1 മോളിക്കുലർ സോളിഡ്, 2 കോവാലൻ്റ് സോളിഡ് ഓർ നെറ്റ്വർക്ക് സോളിഡ്സ്, 3 അയോണിക് സോളിഡ്, 4 മെറ്റാലിക് സോളിഡ്സ് എന്നിങ്ങനെ 4ആയിട്ട് തിരിക്കാം. ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്കൊരു അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.